നമസ്കാരം, ഞാൻ സിജോ തിരുവപ്പുഴ. വെൽക്കം ടു മൈ ചാനൽ സോൾ ബിയോണ്ട് ദ ടൈം. ഇന്ന് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇന്ത്യ ചൈന റഷ്യ ബന്ധം. ആ ബന്ധം വളരെ വേഗം ഇമ്പ്രൂവ് ചെയ്യുന്നുവെന്നും ബ്രിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇവർ തമ്മിലുള്ള ധാരണ വളരെ ശക്തിപ്പെടുന്നുവെന്നും അവർ ഗ്ലോബൽ കറൻസി എന്ന നിലയിൽ ബ്രിക്സ് കറൻസി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നും അവർ തമ്മിലുള്ള ഇടപാടുകൾക്ക് ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നും അതേപോലെ തന്നെ സ്വർണം ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് സിസ്റ്റം ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്നും ആണ് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അതിനിടയ്ക്ക് ചൈന അവകാശപ്പെടുന്നത് 75% പ്രശ്നങ്ങൾ ഇന്ത്യയായിട്ടുള്ള പരിഹരിച്ചുവെന്നും അല്ലെങ്കിൽ ആ ചർച്ചകൾ വളരെ വേഗം പുരോഗമിക്കുന്നുവെന്നുമാണ്. റഷ്യ ഇതിനു വേണ്ടി ഇടനില നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ പല ചാനലുകളും ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നിലവിൽ അമേരിക്കൻ ഇന്റർഫിയറൻസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും അതിന് ചുറ്റുമായിട്ട് കൂടുതലായിട്ട് നടക്കപ്പെടുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഒരു പരിധിവരെ സഹായമായിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഈ റീജിയനിൽ വളർന്നു വരുന്നത് തടയണമെന്നുള്ള ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ അമേരിക്കൻ പോർട്ടുകൾ കൂടുതലായിട്ട് ഈ മേഖലകളിൽ വരുന്നത് തടയണമെന്ന ആഗ്രഹമുണ്ട് എന്നുള്ളത് വളരെ സുവ്യക്തമായ ഒരു കാര്യമാണ്. അത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമുള്ള അമേരിക്കൻ ഇടപെടൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും എതിരായിട്ട് വരും. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന അമേരിക്കൻ ഇടപെടൽ ചൈനീസ് താല്പര്യങ്ങൾക്കും, ബംഗ്ലാദേശിലുണ്ടായ അമേരിക്കൻ ഇടപെടൽ ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് പ്രധാനമായും അതേപോലെ ചൈനീസ് താല്പര്യങ്ങൾക്കും പ്രശ്നമാണ് എന്നുള്ളത് രണ്ട് രാജ്യങ്ങളും ഒരേപോലെ മനസ്സിലാക്കുന്ന കാര്യമാണ്. പാകിസ്ഥാനിലെ അമേരിക്കൻ ഇടപെടലിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ ഇൻഫ്ലുവൻസ് കൂടുന്നതിന്റെ ഭാഗമായി ചൈനയുമായിട്ടുള്ള അകലം വർദ്ധിക്കുന്നു എന്ന നിലയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള അകലം വർദ്ധിക്കുന്നു എന്നാണ്. പക്ഷെ എങ്കിൽ പോലും ഇവർ തമ്മിൽ പരസ്പരം വർഷങ്ങളുടെ ബന്ധമായതുകൊണ്ട് അതിലൊരു ഗീവ് ആൻഡ് ടേക്കും അത് ഒരു പരിധിവരെയും പാകിസ്ഥാന്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അമേരിക്കയും ചൈനയുമായിട്ടുള്ള ബന്ധം. അമേരിക്കയും ചൈനയുമായിട്ടുള്ള ബന്ധം ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുന്ന പോലെ പരസ്പരം ഒരു റൈവൽറി എന്നൊന്നും വിളിക്കാവുന്ന ഒരു സ്റ്റേജിലല്ല. മാത്രമല്ല അമേരിക്കയുടെയോ വെസ്റ്റേൺ രാജ്യങ്ങളുടെയോ സഹായമില്ലാതെ ചൈനയ്ക്ക് നിലനിൽക്കാൻ വരെയും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ആ സമയത്ത് ചൈന ഇപ്പോൾ ശ്രമിക്കുന്നത് ചൈനയുടെ ആഭ്യന്തര ഉൽപാദനം അവർക്ക് വിൽക്കാൻ പറ്റുന്നതിൻ്റെ 2-3 മടങ്ങാണ്. അതായത് അവർ മാനുഫാക്ചറിങ് രംഗത്ത് ബൾക്കായിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടി ലോകത്ത് ഇപ്പോൾ നിലവിൽ അതിനുള്ള ഒരു പർച്ചേസിങ് പവറുള്ള കുറച്ച് എക്കണോമികളെ ഉള്ളൂ, ബാക്കിയുള്ളൂ. മാത്രമല്ല യൂറോപ്പിലോട്ടുള്ള കയറ്റുമതി അവർക്ക് ആവശ്യമുള്ളതിന് 3 ഇരട്ടി ഇവർ ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഇവർക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല യൂറോപ്പിന്റെ പർച്ചേസിങ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി അതുപോലും ഒരു പരിധിവരെ അവർക്ക് ആവശ്യത്തിൽ കൂടുതലല്ല അവർ ഉദ്ദേശിക്കുന്ന തോതിലോട്ട് അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അമേരിക്കയുമായിട്ടും വെസ്റ്റുമായിട്ടും ചൈനയ്ക്ക് ഗാഢമായിട്ടൊരു ബന്ധമുണ്ട്. അതുമായിട്ട് സംബന്ധിച്ച് പറയുമ്പോൾ 1970 ശേഷം വെസ്റ്റേൺ രാജ്യങ്ങളും ഗ്ലോബൽ ഡീപ് സ്റ്റേറ്റുമായിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഗ്ലോബലിസ്റ്റുകളുമായിട്ട് ചൈനക്കാരും ചൈനയുടെ ഗവൺമെന്റും ഉണ്ടാക്കിയ ഒരു ധാരണയുടെ പുറത്താണ് ചൈനയിൽ ഒരു മാനുഫാക്ചറിങ് ഹബ് എന്നുള്ള രീതിയിൽ ചൈന എന്ന് പറഞ്ഞ രാജ്യം വളർന്നു വരുന്നതും 1920-24 ആയപ്പോഴത്തേക്കും അവരെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് രാജ്യം വളർന്നു വരും. എങ്കിൽ പോലും അവരുടെ മാനുഫാക്ചറിങ് മേഖല അതാണ് ചൈനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മാനുഫാക്ചറിങ് മേഖല പൂർണ്ണമായി തന്നെ ഈ വെസ്റ്റേൺ രാജ്യങ്ങളെയും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള രാജ്യം. അതുകൊണ്ട് തന്നെ അവർക്ക് അമേരിക്കക്കെതിരെ ശക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാനോ ഒരു യുദ്ധത്തിലോട്ട് പോകാനോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ ബാർഗെയിൻ ചെയ്ത് നേടാനല്ലാതെ ഒരിക്കലും ഒരു യുദ്ധത്തിൽ പോയി നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഒന്നും സാധിക്കുന്ന ഒരു അവസ്ഥയല്ല. മറിച്ച് ഇന്ത്യയുമായിട്ട് നിലവിലൊരു നല്ല ബന്ധത്തിന് അവർ ആഗ്രഹിക്കുന്നത് അവരുണ്ടാക്കി വെച്ച മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ്, എസ്പെഷ്യലി നമ്മുടെ കാറുകൾ പോലെയുള്ള ഇലക്ട്രിക് കാറുകളൊക്കെ, അതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് അവർക്ക് പുഷ് ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് നഷ്ടപ്പെടുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും ഇന്ത്യയും ഇത്ര വലിയ എക്കണോമിയാണ്, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇപ്പോഴും ഇല്ല. അതായത് ഗൽവാൻ സംഘർഷത്തിന് മുമ്പ് തന്നെ ഏകദേശം ആ ഒരു സമയത്ത് നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റുകളെല്ലാം നിർത്തിവെച്ചിട്ടുണ്ട്. മാത്രമല്ല എംബസി വഴിയുള്ള റിലേഷൻഷിപ്പ് ഒരു പരിധിവരെ വളരെ നേരിയ തോതിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ
ചൈനയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് നഷ്ടപ്പെടുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു തരത്തിലും ഇപ്പോഴത്തെ ഗ്ലോബൽ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിലനിന്ന് പോകാൻ പറ്റാത്ത അവർക്കൊരു സാമ്പത്തിക തകർച്ച ഉണ്ടാവുകയും അവരുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അത് മുതലാക്കിയാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ചൈനയുമായി യാതൊരു തരത്തിലുള്ള നോർമലൈസേഷൻ നമുക്ക് സാധ്യമല്ല എന്നുള്ള ഒരു കടുപ്പപ്പെട്ട ഒരു നിലപാടിലോട്ട് ഇന്ത്യ എടുത്തത്. കാരണം ഇന്ത്യക്കറിയാം ചൈനയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് ആവശ്യമാണ്, അമേരിക്കയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് ആവശ്യമാണ്, യൂറോപ്യൻ ശക്തികൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് ആവശ്യമാണ്. ഗ്ലോബലി ഏറ്റവും വളർച്ചയുള്ള അല്ലെങ്കിൽ ഈ ഗ്ലോബൽ എക്കണോമിയിലെ ഏറ്റവും റോസി ആയിട്ടുള്ള ഒരു പർപ്പിൾ പാച്ചിലോട്ട് പോകുന്ന ഒരേ ഒരു എക്കണോമി, അതായത് ഇന്ന് ലോകത്തിന്റെ സാമ്പത്തിക മുന്നേറ്റം അല്ലെങ്കിൽ നിലനിൽപ്പ് വളർച്ചയുള്ള 2-3 എക്കണോമികൾ മാത്രം ബേസ് ചെയ്തിട്ടാണ്. മാത്രമല്ല ഇന്ത്യ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങൾ ആണ് ഇപ്പൊ നിലവിലെ ഏറ്റവും നല്ല രീതിയിൽ വളർച്ചയുള്ള രാജ്യങ്ങൾ. അപ്പം ഈ മാർക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് മാത്രമല്ല അവരുടെ പ്രൊഡക്റ്റിന് ഈ ഇവിടുത്തെ ആൾക്കാരുടെ പർച്ചേസിങ് പവർ നഷ്ടപ്പെടുന്നത് ഗ്ലോബലി ഒരു രാജ്യത്തിനും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ സാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചൈന ഇന്ത്യനെ ലൂർ ചെയ്യാൻ വേണ്ടി കുറേ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു 2-3 വർഷങ്ങൾ നമ്മൾ യാതൊരു തരത്തിലും അതിനോട് അനുഭാവപൂർണമായിട്ടൊരു നിലപാടെടുക്കുന്നില്ല. അതിൽ നമ്മളുടെ വിദേശകാര്യ വിദഗ്ധനായ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നിലപാട് വളരെ നിർണായകമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തെ എങ്ങനെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരാം എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം അദ്ദേഹം ചൈനീസ് മിഷനിലൊക്കെ കുറേ വർഷങ്ങൾ പ്രവർത്തിച്ച ആളാണ്. ചൈനീസ് വിഷയങ്ങൾ വളരെ എക്സ്പേർട്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈനയുടെ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന പത്രം അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുക്കുകയും നിലവിലെ സാഹചര്യത്തിൽ ഗ്ലോബൽ ടൈംസ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഒരു മൗത്ത് പീസ് പത്രങ്ങളിൽ ഒന്നാണ്. അപ്പം ഈ പറയുന്ന പത്രം അദ്ദേഹത്തിന് ഇതെതിരെ കൊടുത്ത വാർത്ത പിൻവലിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരെയും പോവുകയാണ്. അപ്പോൾ ചൈന ഉദ്ദേശിക്കുന്നത് ചൈനയ്ക്ക് ഇന്ത്യയുടെ മാർക്കറ്റ് വേണം. ഇന്ത്യക്ക് എന്ത് വേണം? ഇന്ത്യക്ക് ചൈനീസ് ബോർഡറിൽ നിന്നുള്ള ത്രെട്ട് നിലവിലെ സാഹചര്യത്തിൽ കുറച്ച് വെക്കണം. മാത്രമല്ല അമേരിക്കയുടെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രസൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല ബംഗ്ലാദേശിൽ അമേരിക്ക ഗവൺമെന്റിനെ അട്ടിമറിച്ചത് ഇന്ത്യക്കാണ് ഏറ്റവും ദോഷകരമായിട്ട് വരാൻ പോകുന്നതെന്ന് ഇന്ത്യക്കറിയാം. അപ്പോൾ അമേരിക്ക ഇൻഫ്ലുവൻസ് ഇവിടുന്ന് മാറ്റണം, അതല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇന്ത്യക്ക് താല്പര്യമുള്ള ഗവൺമെന്റിനെ വീണ്ടും പുനഃസ്ഥാപിക്കണം എന്ന് തുടങ്ങിയ കുറെ ഇൻട്രസ്റ്റ് ഇന്ത്യക്കുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം അതുപോലെ തന്നെയുള്ള പരസ്പരമുള്ള ബന്ധത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാനും നമുക്ക് താല്പര്യമില്ല. അത് താല്പര്യമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 60% ഡിഫൻസ് എക്യുപ്മെന്റും റഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. നാളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചൈനയായിട്ടോ പാകിസ്ഥാനുമായിട്ടോ വേറൊരു രാജ്യമായിട്ടോ ഇന്ത്യക്ക് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്യുപ്മെന്റ്സിന്റെ സ്പെയർ പാർട്സിന് വേണ്ടി ഈ റഷ്യനെ ആശ്രയിക്കേണ്ടി വരും. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പല ഡിഫൻസ് എക്യുപ്മെന്റും നമ്മളിപ്പോൾ പറയുന്നുണ്ട് ബ്രഹ്മോസ് പോലെയുള്ള മിസൈൽസ് പോലും റഷ്യൻ ടെക്നോളജി ബേസ് ചെയ്ത് നമ്മളിവിടെ അത് ആൾട്ടർ ചെയ്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ആക്കിയെടുക്കുന്നതാണ് ബ്രഹ്മോസ്. അതേപോലെ തന്നെ പല ഇപ്പോൾ നിലവിൽ നമ്മൾ സുഖോയി 30 അങ്ങനെ പറയുന്നുള്ള ഫ്ലൈറ്റ് അതായത് യുദ്ധ വിമാനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്രായേലുമായിട്ട് നമുക്ക് ഒരു ധാരണയുണ്ട്. ഈ ഇസ്രായേലിയുടെ യുദ്ധ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ള പല ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയെല്ലാം പരസ്പരമുള്ള കരാർ ബേസ് ചെയ്തതാണ്. അതായത് ഇസ്രായേലിന് ഒരു ആവശ്യം വന്നാൽ ഇന്ത്യ ആയുധം കൊടുക്കാൻ ഇന്ത്യ ബാധ്യസ്ഥമാണ്. അതിപ്പം പലരും കോടതിയിലൊക്കെ പോയി ഇതിനെ ചോദ്യം ചെയ്യാനൊക്കെ ശ്രമിക്കുക, അതായത് ഇസ്രായേലിന് ആയുധം കൊടുക്കരുതെന്ന് പറയാനൊക്കെ ഒരു ഗിമിക്ക് മാത്രമാണ്. കാരണം വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും തമ്മിലുള്ള ധാരണ എന്താണെന്ന് വെച്ചാൽ അവരുടെ ടെക്നോളജി നമുക്ക് തരികയും ഇവിടെ ഇത് ഉൽപ്പാദിപ്പിക്കുകയും അത് പരസ്പരം ഉപയോഗിക്കാനുള്ള അവകാശം കിട്ടുകയും അതിന്റെ റോയൽറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ഏതെങ്കിലും ഒരു യുദ്ധ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പരസ്പരം അത് ഒരു ബ്ലോക്കും ഇല്ലാതെ ഒരു തടസ്സവും ഇല്ലാതെ എത്തിച്ചു കൊടുക്കാമെന്നുള്ള ധാരണയാണ്. ഇത്തരത്തിലുള്ള ഒരു ധാരണ നമുക്ക് റഷ്യയുമായിട്ടും ഉണ്ട്. നിലവിൽ അമേരിക്കയുമായിട്ടുള്ള പല ബന്ധങ്ങളും, അതായത് അമേരിക്കയ്ക്ക് നമ്മൾ കൊടുത്ത പല ഓർഡറുകളും ഇപ്പം നിലവിൽ നമുക്ക് ലഭ്യമല്ല. കാരണം വെച്ചാൽ നമ്മൾ വിമാനങ്ങളുടെ എഞ്ചിനുകൾ കൊടുത്ത ഓർഡറൊക്കെ നിലവിൽ അവർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നിലവിൽ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ചൈനയുമായിട്ട് നമ്മൾ അടുക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നതൊക്കെ ഞാനൊരു നരേറ്റീവ് ബിൽഡിംഗ് ആയിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ചൈനയായിട്ട് ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും ഒരു വലിയ ധാരണയിലെത്താൻ സാധ്യമല്ല. കാരണം നമ്മുടെ അക്സായ് ചിൻ അവരുടെ കയ്യിലാണ്, POKയുടെ ചില ഭാഗങ്ങൾ അവരുടെ കയ്യിലാണ്, ടിബറ്റിന്റെ പല ഭാഗങ്ങൾ, അതായത് അരുണാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങൾ ടിബറ്റിന്റെ ആണെന്ന് പറഞ്ഞ് ചൈന ക്ലെയിം ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ യാതൊരു തരത്തിലും നമുക്ക് പരസ്പരം അടുത്തു പോകാൻ പറ്റാത്ത രണ്ട് രാജ്യങ്ങളാണ്. താൽക്കാലികമായി നമ്മുടെ നരേറ്റീവ് ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ താൽക്കാലിക സിറ്റുവേഷൻസ് മറികടക്കാനോ അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് എമർജൻസി മറികടക്കാനും വേണ്ടി താൽക്കാലികമായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മേ ബി കോവിഡ് ജനറേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നിലവിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സസ്പീഷ്യസ് ആയിട്ടുള്ള പല എലിമെന്റ്സും ഉണ്ട് കോവിഡ് എന്ന് പറഞ്ഞ രോഗം വന്നത്. അപ്പൊ അതേപോലെ തന്നെ പുതിയൊരു ബയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാരകമായ രോഗം ഗ്ലോബലി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥയിലോട്ടാണ് നീങ്ങുന്നത്. അത് 2030 മുമ്പ് കോവിഡ് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും മാരകമായ ഒരു രോഗം വരുമെന്നും അത് മിസ്യൂസ് ചെയ്യാൻ ഈ ഗ്ലോബലി ആയിട്ടുള്ള ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ പവേഴ്സ് ശ്രമിക്കുമെന്നും ഒരു വാർത്തകളോ അല്ലെങ്കിൽ ഒരു നരേറ്റീവും വരുന്നുണ്ട്. അത് എത്ര കണ്ട് ശരിയാവണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ കോവിഡ് വന്ന രീതിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റൂല. ഇനി ഒരു അതുപോലത്തെ ഒരു രോഗം സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മാരകമായ രോഗമായിരിക്കും. അതിന്റെ മരുന്നുകൾ വെസ്റ്റേൺ ലോബികളുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു നരേറ്റീവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസ്യൂം ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഹെൽത്ത് എമർജൻസി ഇന്ന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് താൽക്കാലികമായി നിൽക്കുന്നതാണോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ മേലെ താൽക്കാലികമായിട്ട് ഒരു പ്രഷർ ഇടാൻ വേണ്ടി ഒരു നാരേറ്റീവ് ബിൽഡിങ്ങിനൊക്കെ സഹായിക്കും. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട റഷ്യയായിട്ട് പോലും ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട്. റഷ്യയുടെ ചില റീജിയൻസ് ഒക്കെ ചൈനയുടെ എന്ന് ചൈന പറയുന്നുണ്ട്. ചൈനയുടെ ചുറ്റുമുള്ള സർവ്വ രാജ്യങ്ങളുടെ ടെറിട്ടോറിയൽ ആയിട്ടുള്ള പല മേഖലകൾ, അത് ആ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലെയിമുകൾ ഓൾറെഡി ചൈന പല ഭാഗത്തും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന ഹൈഫൈ ഒന്നും ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല അതിൽ നിലനിൽക്കുന്നതുമല്ല. താൽക്കാലികമായി ഒരു നരേറ്റീവ് അല്ല പ്രഷർ ടാക്ടിക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാമെന്നല്ലാതെ ചൈനയായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് എപ്പോഴും വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ ആയിരിക്കും. അല്ലാതെ മീഡിയ പറയുന്ന പോലെ വീണ്ടും ഒരു പഴയ അബദ്ധത്തിലോട്ടൊന്നും ഇന്ത്യക്ക് ചുറ്റുമുള്ള ഒരു രാജ്യങ്ങളോ അല്ല ചൈനയ്ക്ക് ചുറ്റുമുള്ള ഒരു രാജ്യങ്ങളോ അതിലോട്ട് പോകാൻ സാധ്യതയില്ല. ചൈനയെ ബ്രേക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരം ചൈനനെ സാമ്പത്തികമായി തകർക്കുകയാണ്. സാമ്പത്തികമായി തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ മാനുഫാക്ചറിങ് ആയിട്ടുള്ള മേഖലയ്ക്ക് മാർക്കറ്റ് ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു തലത്തിലോട്ട് താൽക്കാലികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചൈന നിലവിൽ ഈ ചെന്നായി ആട്ടിൻതോലിട്ട് പലയിടത്തൂടെയും പോകുന്നതും പലതരത്തിലുള്ള നരേറ്റീവ് ബിൽഡിങ് ശ്രമിക്കുന്നത്. ലോകത്തെ ഏറ്റവും അൺട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ഈസ് അമേരിക്ക ആൻഡ് സെക്കൻഡ് വൺ ഈസ് ചൈന. അതിലൊരു സംശയം ആർക്കും വേണ്ട. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ കോൺഷ്യസ് ആയിട്ടായിരിക്കും ഇവരോട് ഇടപെടുന്നത്. അത് താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ക്രൈസിസിന് വേണ്ടി താൽക്കാലികമായി ഒന്ന് തടഞ്ഞിടാനോ അല്ലെങ്കിൽ അതിൽ നമുക്കൊന്ന് സർവൈവ് ചെയ്യാനോ ഉള്ള എന്തെങ്കിലും ബന്ധത്തിലുള്ള ഒരു ആൾട്രേഷൻ അപ്പുറം ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല.